ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ആപ്ലിക്യൂ വർക്കിൻ്റെ ട്യൂട്ടോറിയലാണെന്ന്. അപ്പോൾ ഓർഗൻസ സാരിയിലെ ആപ്ലിക്യൂ വർക്കും അതുപോലെ തന്നെ ഫാബ്രിക് പെയിൻറ്റും ഗ്ലിറ്റേഴ്സ് 3D ഗ്ലിറ്റേഴ്സൊക്കെ യൂസ് ചെയ്ത് എങ്ങനെയാണ് സിമ്പിളായിട്ടുള്ളൊരു സാരി ഡിസൈൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനിങ് ആണ്. ഇത് ആപ്ലിക്യൂ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ ബേസിക് സ്റ്റിച്ചസും ആയിട്ടുള്ള സ്റ്റിച്ചസ് ആണ്. ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് സ്റ്റിച്ചസ് ഒന്നുമില്ല. എല്ലാവർക്കും ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഡിസൈനിങ് ആണ്. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ആപ്ലിക്യൂ വർക്ക് ഓർഗൻസ സാരിയിൽ, പ്രത്യേകിച്ച് ഓർഗൻസ സാരി എന്ന് വെച്ചാൽ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലിൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കണ്ടേ എന്നുള്ള ടിപ്സും അതിൻ്റെ ടെക്നിക്സ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കണ്ടു നോക്കാം. എല്ലാവരും ഫുൾ ലെങ്ത് വീഡിയോ ഇരുന്ന് കാണുക, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് പറയുന്നത് നിങ്ങൾ മിസ് ചെയ്യും. അതുകൊണ്ടാണ് ഫുൾ ലെങ്ത് വീഡിയോ ഇരുന്ന് കാണാൻ പറയുന്നത്. അപ്പം അതിൻ്റെ ഉള്ള ആവശ്യമുള്ള കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ആപ്ലിക്യൂ വർക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഗ്രേ കളർ, ലൈറ്റ് ഗ്രേ അല്ലെങ്കിൽ ലൈറ്റ് ആഷ് എന്ന് പറയുന്ന ആ ഒരു കളർ സോഫ്റ്റ് ഓർഗൻസിയാണ്. അതിൻ്റെ അകത്താണ് ഈ ഒരു പാറ്റേൺ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ പി എന്നൊക്കെ എഴുതിയിരിക്കണം, പിങ്കും കളർ ആപ്ലിക്യൂ വർക്ക് ചെയ്യണം എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പിങ്ക് കളർ ഇതോർത്ത ഓർഗൻസ മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓർഗൻസ മെറ്റീരിയൽ വെച്ച് തന്നെ ആപ്ലിക്യൂ വർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പിന്നെ നെറ്റ് ഓർഗൻസയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതുപോലത്തെ ഒരു പാറ്റേണിൻ്റെ മേളിലോട്ട് നമ്മൾ വെക്കുന്നു. അപ്പോൾ ഇതും എല്ലാം നമുക്ക് പിങ്ക് കളറാണ് ഫ്ലവർ വേണ്ടത്. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ പറയേണ്ട, ആപ്ലിക്യൂ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും വലിയ പാറ്റേൺസ് ആണെങ്കിൽ എളുപ്പമാണ്. ഇതുപോലെ ആര്യൻ നീഡിലല്ല നോർമൽ നീഡിലിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ വലിയ പാറ്റേൺ ആണ് എപ്പോഴും നല്ലത്. കുഞ്ഞ് ഫ്ലവർ പാറ്റേൺസ് ഒക്കെ ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്യാം. ഈ ഓർഗൻസ മെറ്റീരിയൽ ഫ്ലോയിങ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ സ്ലിപ്പായി പോകും. അപ്പോൾ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുമ്പം ചിലപ്പോൾ മാറിപ്പോകും ഈ തുണിയിൽ നിന്ന്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഫ്രെയിം ഇട്ടിട്ട് എന്നിട്ട് അപ്സൈഡ് ഡൗൺ ആയിട്ട് വെച്ചിട്ട് വരയ്ക്കാം. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇതുപോലെ ഫ്രെയിം ഇടുക, നല്ല ടൈറ്റ് ചെയ്തിട്ട് തുണിയുടെ മേലിൽ നമ്മൾ ഫ്രെയിം ഇടുക. ഇപ്പോൾ ചുരുങ്ങി കൂടിയ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ അത് അയൺ ചെയ്തിട്ട് വേണം ഇതുപോലെ ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്യാൻ. ഇതുപോലെ ഫ്രെയിം ഇട്ടിട്ട് പിന്നെ ഈ മെറ്റീരിയൽ ഇതുപോലെ വെച്ചിട്ട് വരച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കുഴപ്പമെന്ന് വെച്ചാൽ കുറച്ച് മെറ്റീരിയൽ വേസ്റ്റായി പോകും. ഫ്രെയിം ഇടണമെങ്കിൽ ഇങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കണമെങ്കിൽ ഇതുപോലെ കുറച്ച് പുറത്ത് കിടക്കണമല്ലോ, ഫ്രെയിമിൻ്റെ പുറത്ത്. അപ്പോൾ വലിഞ്ഞിരിക്കാൻ വേണ്ടി കുറച്ച് തുണി വേസ്റ്റ് ആവുന്ന വരും ഇങ്ങനെ ചെയ്യുമ്പോൾ. അതല്ല, ഫ്രെയിം ഇല്ലാണ്ട് നല്ലോണം വരയ്ക്കാൻ പറ്റും, ഇത് വലിച്ചു പിടിച്ചിട്ട് വരയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കൈ കൊണ്ട് വെച്ചാൽ മതി. ഞാൻ ഫ്രെയിം ഇല്ലാണ്ടാണ് വരയ്ക്കാറ്. ഇതുപോലെ രണ്ട് കൈയും നല്ലോണം ഇതിപ്പോൾ വരയ്ക്കുമ്പം ഈ കൈ ആയാലും ഈ തുണീനെ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് വരച്ചാൽ മതി. ഇതുപോലെ കൈ മാറാതെ വരച്ച് വെച്ചാൽ മതി. ഇതിപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ട മെറ്റീരിയലല്ലേ, അപ്പം അത്ര കൃത്യമായിട്ട് നമുക്കൊന്ന് കാണാൻ വേണ്ടി മാത്രം കിട്ടിയേച്ചാൽ മതി. ഞാൻ പേന വെച്ച് തന്നെയാണ് വരയ്ക്കുന്നത്. ഇവിടെ വരയ്ക്കുന്ന ഈ ഹാർട്ട് ഷേപ്പ് അത് പൂവിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യേണ്ട വർക്കാണ്, അവിടെ വർക്ക് വരുന്നതാണ്. അത് കട്ട് ചെയ്ത് പോകേണ്ടതല്ല. അപ്പോൾ അത് കൃത്യമായിട്ട് നല്ല ഷേപ്പിൽ തന്നെ വരയ്ക്കുക. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. ഇതിപ്പോൾ ഞാൻ കൈ എടുത്തിട്ട് വെക്കുമ്പോൾ ചിലപ്പോൾ ആ പോയിൻ്റ് മാറിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഫ്രെയിം ഇട്ടിട്ട് ചെയ്യാൻ പറഞ്ഞത്. അല്ലെങ്കിൽ അതുപോലെ സൂക്ഷ്മയോടെ വരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ പേന വെച്ച് തന്നെയാണ് വരയ്ക്കുന്നത്. കട്ട് ചെയ്ത് പോകേണ്ട ഇതായതുകൊണ്ട് തന്നെ പേന വെച്ചാണ് ഞാൻ വരയ്ക്കുന്നത്. നിങ്ങൾ പെൻസിൽ വെച്ച് വരച്ചാലും മതി. നല്ല ഷേപ്പിൽ തന്നെ വരച്ചെടുക്കുക. കണ്ടോ, ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. ഇപ്പം ഞാൻ ആദ്യം വരച്ച ഹാർട്ടും ഇതുമായിട്ട് ഷേപ്പിന് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി ചെയ്യണം നമ്മൾ. അതിനാണ് ഫ്രെയിം ഇടാൻ പറയുന്നത് നമ്മൾ, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കേണ്ട വരും അതനുസരിച്ച്. ഇപ്പം ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുണ്ടാവില്ല. ഞാൻ വേറൊരു അടിയിലൊരു വൈറ്റ് പേപ്പർ വെച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനൊരു വൈറ്റ് പേപ്പർ അടിയിൽ വെച്ച് കാണിക്കാം. അപ്പോൾ ഇത് ഡിസൈൻ ട്രാൻസ്ഫർ ആയത് കാണാം. കണ്ടോ, വൈറ്റ് പേപ്പർ വെച്ചപ്പോൾ ഇതിൻ്റെ അകത്ത് ഡിസൈൻ വരച്ചേക്കണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ഡിസൈൻ ഇനി നമുക്ക് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ കട്ടിങ്ങിക്ക് ഇത്തിരി ഈ തീരെ ഫാൻ ഇട്ടിട്ടൊന്നും നമുക്ക് ഈ വർക്ക് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇത്
ഫാൻ നമ്മൾ ചൂടാണെന്നും പറഞ്ഞ് ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് പറന്ന് നടക്കും, കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്തും എല്ലാം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട് ഈ ഓർഗൻസ ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയലിൽ നമ്മൾ ചെയ്യുമ്പോൾ. ഇപ്പോൾ നമ്മൾ ഷേപ്പിൽ ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് സ്റ്റിക്ക് ചെയ്യണം. സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഞാനിത് ഓർഗൻസ സാരിയിൽ ഈ ഒരു ഡിസൈൻ ഒരു സിംഗിൾ ഫ്ലവറായിട്ടാണ് റണ്ണിങ് പോർഷനിൽ തയ്ക്കുന്നത്. അതുകൊണ്ട് ഡിസൈൻ വരച്ചിട്ടില്ല. അപ്പോൾ വെറുതെ പോയി അങ്ങ് സ്റ്റിക്ക് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പോൾ ഡിസൈൻ ഇപ്പോൾ ഓർഗൻസ സാരിയിൽ ഡിസൈൻ വരയ്ക്കുവാണെങ്കിൽ തന്നെ ഈ ഫ്ലവറിൻ്റെ പോർഷൻ ഡിസൈൻ വരയ്ക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ആ സെയിം പോയിന്റിൽ നമ്മൾ ഇത് സ്റ്റിക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ പെൻസിലിൻ്റെ വര ഈ തുണിയുടെ താഴത്തേക്കൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ലൈറ്റ് വളരെ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആകുമ്പോൾ നമ്മൾ വരയ്ക്കുമ്പോഴും ഡിസൈൻ വരയ്ക്കുമ്പോൾ തീരെ ലൈറ്റായിട്ടാണ് വരയ്ക്കാമുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ കൂടെ ഈ കളറ്, ഈ പെൻസിലിൻ്റെ കളറ് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ പെന്നിൻ്റെ കളർ ഏതാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൻ്റെ മേളിൽ നിറച്ചും വർക്ക് വരണം. അത് നമ്മൾ ചെയ്യുന്നില്ല. ഇതുകൊണ്ട് അത് ഇന്ന് നമ്മൾ കാണിക്കുന്ന സാരിയിൽ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അടിയിൽ ലൈറ്റായിട്ട് വരയ്ക്കുക. എന്നിട്ട് ഇത് സ്റ്റിക്ക് ചെയ്യാൻ നേരത്ത് വേറെ സൂക്ഷിക്കേണ്ട കാര്യം, ഞാൻ ഈ ഗമ്മാണ് യൂസ് ചെയ്യുന്നത്, ഫാബ്രിക് ഗ്ലൂ. അത് യൂസ് ചെയ്യുമ്പം ഇതിൻ്റെ സൈഡിൽ കൂടെ മാത്രം തേക്കുക, അതിൻ്റെ പുറത്ത് ഉള്ളിലൊന്നും തേക്കരുത്. ഞാനും ഫസ്റ്റ് ടൈം ചെയ്തപ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ തേച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കഴിയുമ്പം ട്രാൻസ്പെറൻ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ ആ വെള്ളം വീണ മാർക്ക് പോരെ, അല്ലെങ്കിൽ ഗ്ലൂ ഇരിക്കുമ്പോൾ ആ ഒരു ഷൈനിങ് എഫക്റ്റ്, ആ ഒരു ഇതില്ലേ, ആ ഇത് നമുക്ക് ഈ ഫ്ലവറിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പാടായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഈ അറ്റത്തേക്കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ അറ്റം മാത്രം ഗ്ലൂ തേച്ച് വളരെ തിന്നായിട്ട് തേച്ചിട്ട് വേണം അത് സ്റ്റിക്ക് ചെയ്യാൻ. എന്നിട്ട് വേണം വർക്ക് ചെയ്യാൻ. ഇതാണ് നമ്മുടെ സാരിയുടെ കളർ. ഒരു ലൈറ്റ് ആഷ് കളർ സാരിയാണ്. ഓർഗൻസ, സോഫ്റ്റ് ഓർഗൻസയാണ്. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പെറൻസി വന്നിട്ട് ഇത് ഇത്രയാണ്. എൻ്റെ 1 ലെയർ ഇട്ട ട്രാൻസ്പെറൻസി. നല്ല സീ ത്രൂ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതിൻ്റെ എഡ്ജസ് വന്നിട്ട് ഇച്ചിരി ഗ്ലോസി ആയിട്ടുള്ള ഒരു എഡ്ജാണ്. എൻ്റെ സൈഡ് ബോർഡർ വരുന്നത് ഇങ്ങനെയാണ്. ഇച്ചിരി ഗ്ലോസി ആയിട്ടുള്ളൊരു ഇതാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സാരി. ഇപ്പോൾ സാരിയുടെ റണ്ണിങ് പോർഷനിലാണ് നമ്മൾ ഈ ഒരു ഇത് സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടിയിൽ ഫ്രെയിം ഇട്ടിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ താഴെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഷീറ്റോ വല്ലതും വെച്ചിട്ട്, അല്ലെങ്കിൽ ബുക്കോ പ്ലാസ്റ്റിക് ആയി എടുക്കണം. പേപ്പറാണെങ്കിൽ പേപ്പറിൽ ഗം ഒട്ടി അങ്ങനെയായി പോകും. അപ്പം പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഷീറ്റ് താഴെ വെച്ചിട്ട് വേണം ഇത് ഒട്ടിക്കാൻ, അല്ലെങ്കിൽ ഇതുവരെ ഫ്രെയിം ഇട്ടാൽ മതി. അപ്പോൾ താഴത്തെ തുണിയായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാകത്തില്ല. അപ്പം ഞാനിത് ഇതുപോലെ ഫ്രെയിം ഇട്ടു, ടൈറ്റൻ ചെയ്തു. ഞാൻ പറഞ്ഞു ഡിസൈൻ വരയ്ക്കുന്നില്ല, ഡയറക്റ്റ്ലി ഇവിടെ സ്റ്റിക്ക് ചെയ്യുകയാണ്. ഇവിടെ ഈ ഫ്ലവർ സ്റ്റിക്ക് ചെയ്തിട്ട് നമ്മൾ അടിയിൽ ഫാബ്രിക് പെയിൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ട് സ്റ്റെമ്മും ലീഫും പെയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ അടിയിൽ നിന്ന് തുണിയെല്ലാം മാറ്റി വെച്ച് ഇത് മാത്രമായിട്ട് വെക്കുകയാണ് ഫ്രെയിം. ഇനി നമ്മൾ ഗ്ലൂ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യണം. ഈ ഒരു മെറ്റീരിയലിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ പോവാണ്. അതും വളരെ തിന്നായിട്ട് ഞാൻ പറഞ്ഞു ചെയ്യണം എന്ന്. വളരെ കെയർഫുള്ളായിരിക്കണം. ഇതുപോലെ ഒരു തിൻ ലൈനായിട്ടാണ് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ എഡ്ജസ്റ്റിലും ഗ്ലൂ പറ്റിയില്ല എന്ന് വെച്ച് കുഴപ്പമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ തയ്ക്കുന്നതാണ്. ഇത് വാഷ് ചെയ്താലൊന്നും പോകത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്, സ്റ്റിച്ചും ചെയ്യുന്നുണ്ട്. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ഇത് പറഞ്ഞു പോരുമോ എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. ഇപ്പോൾ നമ്മൾ ഗ്ലൂ തേച്ചിട്ടുണ്ട്. ഇനി ഇത് സ്റ്റിക്ക് ചെയ്യുന്നത് ഒരു പോയിന്റിൽ സ്റ്റിക്ക് ചെയ്തിട്ട് ബാക്കി നമ്മൾ താഴെ ഇപ്പോൾ ബേസാണ് സ്റ്റിക്ക് ചെയ്യണമെങ്കിൽ അതൊന്ന് ഉറപ്പിച്ചിട്ട് വേണം. ഇത് നമ്മൾ കൈ കൊണ്ട് തൂത്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ മാറി പൊസിഷൻ മാറി പോകും. അതുകൊണ്ട് പയ്യെ വേണം സ്റ്റിക്ക് ചെയ്യാനും. എല്ലാം ധൃതി പിടിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ എല്ലാ സൈഡും ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ ഇരുന്നോളൂ. കണ്ടോ, ഇത് ഞാനിവിടെ വെച്ചിട്ട് ഇങ്ങനെ വലിക്കുമ്പോഴേ ഇത് പൊങ്ങിപ്പോരും. അതാണ് കുഴപ്പം. അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അപ്പോൾ ഇത് ഒട്ടിച്ചിട്ടുണ്ട്. ഇച്ചിരി ഗ്ലൂ ഒക്കെ പുറത്തോട്ട് പോയതായിട്ട് നിങ്ങൾക്ക് കാണാം. ഈ വൈറ്റ്നസ് ഉണങ്ങി കഴിയുമ്പോൾ ഉണ്ടാവില്ല, ട്രാൻസ്പെറൻറ്റ് കളറായി മാറും. ഇനി ഇത്
ഡ്രൈ ആവണം. ഡ്രൈ ആയി കഴിഞ്ഞാലാണ് നമുക്ക് ബാക്കിത്തെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഹാർട്ട് ഷേപ്പിൻ്റെ മേളിൽ നമുക്ക് ഒരു പെയിൻറ്റും കൂടെ ചെയ്യാനുണ്ട്. അത് നമ്മൾ കാണിച്ചു തരാം. ഇനി നമ്മൾ ഒരു 3D ഔട്ട്ലൈനറാണ് എടുക്കുന്നത്. 3D ഔട്ട്ലൈനർ എടുത്തിട്ട് റെഡ് ഷെയ്ഡാണ് ഇതിൻ്റെ അകത്ത്, റാണി പിങ്ക് ആണ് ഈ ക്ലോത്ത്. പക്ഷെ ഞാൻ റെഡ് കളർ വെച്ചിട്ടാണ് ഇവിടെ ഹാർട്ട് ഷേപ്പ് ഔട്ട്ലൈൻ കൊടുക്കാനായിട്ടാണ് നമ്മൾ ഇതെടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഹാർട്ട് പിന്നെയും ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ബോട്ടിലിൽ 25 റുപ്പീസാണ് ഇതിന് വരുന്നത്. ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് MRP പ്രൈസ് 25 ആണ്. അപ്പോൾ ഇതിന് പല ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ കാണാം ഓർഗൻസ സാരിയിലൊക്കെ 3D ഔട്ട്ലൈനർ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യും, പെയിൻറ്റിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഇതിന് ഹാർട്ട് ഇതും എല്ലാം ഉണങ്ങേണ്ട സാധനമാണ്. അപ്പോൾ അതെല്ലാം ആദ്യം ചെയ്താൽ എല്ലാം കൂടെ ഒരുമിച്ച് ഉണങ്ങി കിട്ടും. അവസാനം നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാം. അപ്പോൾ ഇത് 3D ഔട്ട്ലൈനർ വെച്ചിട്ട് നമ്മൾ ഹാർട്ട് ഷേപ്പ് ഫോം ചെയ്യുവാണ്. നമ്മൾ ഹാർട്ട് വരച്ചു. ഇനി അത് ഡ്രൈ ആവണം. കുറച്ച് സമയം എടുക്കും ഡ്രൈ ആവാനായിട്ട്. പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ ലീഫും സ്റ്റെമും പെയിൻറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ അക്രൈലിക് കളറ് ഗ്രീൻ ഷെയ്ഡാണ് യൂസ് ചെയ്തത്. അതൊരു ഒലീവ് ഗ്രീൻ പോലെയാണ്. ഗ്രീൻ 21 ആണ് നമ്പർ. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പെയിൻറ്റ് ഇതുപോലെ എടുത്തിട്ട് പയ്യെ, ഞാൻ തീരെ തിന്നായിട്ടാണ് സ്റ്റെം യൂസ് ചെയ്യുന്നത്. വരച്ചിട്ടില്ല, ഇതൊന്നും വരയ്ക്കാണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ വരയ്ക്കുന്നു. ലീഫൊക്കെ വെറുതെ അങ്ങ് നമുക്ക് ഇഷ്ടം പോലെ അങ്ങ് ചെയ്യുകയാണ്. ഫ്രീ ഹാൻഡായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഫ്രെയിം ഇങ്ങനെ ഇട്ടിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അടിയിൽ പേപ്പർ, അല്ലെങ്കിൽ പേപ്പറല്ല, പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ട് ചെയ്യുന്നേക്കാളും നല്ലത് ഇതുപോലെ ഫ്രീ ഹാൻഡായിട്ട് ഫ്രെയിം ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത് ഓർഗൻസിക്ക് വേറൊരു കുഴപ്പമുണ്ട്. പെട്ടെന്ന് തെന്നിപ്പോണ കാരണം ഫാനോ എന്തെങ്കിലും ഇട്ടിട്ട്, അല്ലെങ്കിൽ ഒരു കാറ്റ് വീശിയാലും മതി, അല്ലെങ്കിൽ ഊർന്ന് ഇറങ്ങിപ്പോയാൽ മതി. ബാക്കിയുള്ള എല്ലാ പൊസിഷനിലോട്ടും സാരിയിലും ഇതുപോലെ സ്പ്രെഡായി പിടിക്കും ഉണങ്ങുന്നതിന് മുമ്പ്. അപ്പം അതൊന്ന് സൂക്ഷിക്കേണ്ടതാണ്. അത് നമ്മൾ സിമ്പിളായിട്ട് ഫ്രീ ഹാൻഡായിട്ട് ഒന്നും നോക്കുന്നില്ല, ഡിസൈൻ ഒന്നും വരയ്ക്കുന്നില്ല, വെറുതെ അങ്ങ് പെയിൻറ്റ് ചെയ്യാണ്. വെയിൻസിന് പകരമായിട്ട് നടുക്കേ കൂടെ ഒരു ഗ്ലിറ്ററിങ് എഫക്റ്റ് കിട്ടാനായിട്ട് ഇതിൻ്റെ നടുക്കേ കൂടെ 3D ഗ്ലിറ്റേഴ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിപ്പോൾ പെയിൻറ്റ് ഒന്ന് ഉണങ്ങിയിട്ട് ചെയ്യാനായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതൊന്ന് ഉണങ്ങട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഫുള്ള് ഉണങ്ങിയിട്ടില്ല, ഡ്രൈ ആയിട്ടില്ല. ഇവിടെയൊക്കെ ഇത് ഇപ്പോഴും വെറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ ഇച്ചിരി അതിൻ്റെ കൈ തട്ടിയിട്ട് ഇവിടെ ഇച്ചിരി സ്പ്രെഡായിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, അതിൻ്റെ ഇതിലെ കൂടെ ഒരു സ്റ്റിച്ച് വരുന്ന കാരണം ആ സ്പ്രെഡായത് അങ്ങനെ അറിയത്തില്ല. അപ്പം ഇനി അതാ പറഞ്ഞ കുറച്ച് ടൈം കൺസ്യൂമിങ് ഇതായിട്ട് ചെയ്യുക, ഉണങ്ങുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പെയിൻറ്റിങ് ചെയ്യുക ആണെങ്കിൽ ഫുൾ പെയിൻറ്റ് ചെയ്ത് വെക്കുക ആദ്യം. എന്നിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഇത് ഒട്ടിക്കുന്നതൊക്കെ ആദ്യം കട്ട് ചെയ്ത് ഫുള്ളും ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഒട്ടിച്ച് തീർക്കാനായിട്ട് നമ്മൾ നോക്കുക. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പം ഇതിങ്ങനെ മറ്റേപ്പാട് നമ്മൾ കുത്തിയെടുത്ത് അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് ഒട്ടിച്ചേക്കുന്നത് കുത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ചുളിവ് വരാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതാണ് നല്ലത്. ലൂപ്പ് ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ത്രെഡ് എടുക്കുന്നതാണ്. അതും കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. മറ്റേതിനെ പോലെ ഒറ്റ സ്ട്രെച്ചിൽ തയ്ച്ച് പോകാൻ പറ്റില്ല. ഇങ്ങനെ കുത്തിത്താത്തി അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ്. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ, നമ്മൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇതുപോലെ ഫുൾ ഫ്ലവറിനും ഔട്ട്ലൈൻ ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് വെച്ച് ചെയ്യുക.
അപ്പോൾ നമുക്കിനി ഇവിടെ ഫ്രഞ്ച് നോട്ടാണ് ചെയ്യേണ്ടത്. അവസാനം ഫൈനൽ പ്രോഡക്റ്റ് ഇത് ഇതുവരെ ആയിരിക്കും കിട്ടുന്നത്. ഇതുവരെ ആക്രിൽ 3D ഔട്ട്ലൈനറിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇതുവരെ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഇപ്പോൾ വലിയ ഷൈനിങ് എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ രാത്രിയാകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഷൈനിങ് എഫക്റ്റ് ഇതിൻ്റെ കാണിക്കും. ഇത് ഉള്ളിലായതുകൊണ്ട് അധികം കാണുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ആ ഷൈനിങ് എഫക്റ്റ് കാണാത്തത്. ഇത് നമ്മൾ ഇതിനോട് ഒത്തിരി ചേർന്ന് ഫ്രഞ്ച് നോട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഔട്ട്ലൈൻ കാണണം, അതുകൊണ്ട് ഒത്തിരി ചേർന്ന് ഫ്രഞ്ച് നോട്ട് ചെയ്യേണ്ട. 4 സ്ട്രാൻഡ്സ് ഇട്ടിട്ടാണ്, സിൽക്ക് ത്രെഡിൻ്റെ 4 സ്ട്രാൻഡ്സ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2 ചുറ്റിയിട്ടാണ് നമ്മൾ താത്തുന്നത്. ഇങ്ങനെ എപ്പോഴും ഈ ഒരു സിൽക്ക് ത്രെഡ് ആകുമ്പം നല്ലോണം വലിച്ചു പിടിച്ചാൽ കെട്ട് കൂടാണ്ട് ഇരിക്കും. ഒരു കൈ കൊണ്ട് വലിച്ചു പിടിക്കുക. അപ്പോൾ ഇതൊക്കെ ബിഗിനേഴ്സിനാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ എപ്പോഴും ഈ ഹൂപ്പ് സ്റ്റാൻഡ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കൈ ലെഫ്റ്റ് ഹാൻഡ് എപ്പോഴും ഫ്രീ ആയിരിക്കും, ഫ്രെയിമിൽ പിടിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ത്രെഡിൽ നമുക്ക് സുഖമായിട്ട് പിടിക്കാം. ഒത്തിരി ടൈറ്റായിട്ട് നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇച്ചിരി ലൂസായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇത് ചെയ്തിട്ട്, എല്ലാവർക്കും സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. നല്ലോണം ഒന്ന് വലിച്ചിട്ട്, നമ്മൾ എത്ര സ്ട്രാൻഡ്സ് എടുക്കണമെന്ന് വെച്ചാൽ അത്രയും സ്ട്രാൻഡ്സ് എടുത്തിട്ട് നല്ലോണം ഒന്ന് വലിച്ചിട്ട് സൂചിയിൽ കോർത്ത് ഇതുപോലെ ത്രെഡ് ഒരു കൈ കൊണ്ട് വലിച്ചു പിടിച്ച് ചെയ്യുവാണെങ്കിൽ കെട്ട് കൂടുന്ന ചാൻസ് കുറയും. പിന്നെ ഒത്തിരി ലെങ്ത്ത് എടുക്കണ്ട, എപ്പോഴും കുറച്ച് ലെങ്ത്ത് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇതുപോലെ നമുക്കിതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ ഇത് തയ്ച്ച് കഴിയുമ്പോൾ ഓൾമോസ്റ്റ് ഇതുപോലെയാണ് ഇരിക്കുന്നത്. എനിക്ക് ഒരു ഫ്ലവറും കൂടെ തയ്ക്കാനുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ റെഡ് ഔട്ട്ലൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ സിൽവർ കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് അധികം വ്യത്യാസം തോന്നുന്നില്ല. ബേബി പിങ്ക് കളർ ആയിട്ടുള്ള ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൻ്റെ ഓർഗൻസിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. വലിയ വ്യത്യാസം കാണുന്നില്ല. ഇത് കണ്ടില്ലേ, ഗ്ലൂ ഉണങ്ങിക്കഴിയുമ്പോൾ ഈ ഒരു കളറായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു കളറ് നമ്മൾ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ തന്നെ ട്രാൻസ്പെറൻറ്റ് കളറായിട്ട് ഇവിടെ ഇരിക്കും ഫ്ലവറിൻ്റെ ഇടയിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എഡ്ജസിൽ കൂടെ മാത്രം ഗ്ലൂ കൊണ്ടുപോവുക. അപ്പോൾ ഇതിൻ്റെ മേളിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന കാരണം അത് കാണത്തില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഗ്ലൂവിൻ്റെ ഒരു ഇതുപോലും കാണുന്നില്ല, ഇവിടെ ആണെങ്കിലും കാണുന്നില്ല. അപ്പോൾ അത് കാണാത്തത് എന്താണെന്ന് വെച്ചാൽ എഡ്ജ് മാത്രം നമുക്ക് ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഇതിൻ്റെ പുറത്ത് പോയേക്കുന്നത് ഒരു ഇച്ചിരി കാണാം. പക്ഷേ ഉള്ളിൽ വന്നാലാണ്, പുറത്ത് പോയി അത്രയും വൃത്തിയായിട്ട് വരത്തില്ല. ഉള്ളിൽ വരുമ്പോൾ ഇതും ആയിട്ട് സ്റ്റിക്കായിട്ടിരിക്കുന്ന ആ ഒരു കളർ ഡിഫറൻസ് പെട്ടെന്ന് അറിയാൻ പറ്റും. പുറത്ത് വന്നാൽ അത്രയും അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഗ്ലൂ തേക്കുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണം. ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ വരുന്നത്. മുന്താണിയുടെ ഒരു പാറ്റേൺ ആണ് ഇത്. കഴിഞ്ഞിട്ടില്ല, എനിക്കിതും കൂടെ തയ്ക്കാണ്ട് ഫ്രഞ്ച് നോട്ടും എല്ലാം കൂടി ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് രാത്രി ഫംഗ്ഷനൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ഗ്ലിറ്റേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ സ്റ്റെമ്മിലൊക്കെ സിൽവർ കളർ. ഇപ്പം ഞാൻ ഇത്രയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. നിങ്ങൾക്ക് ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.